നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗൽ യൂറോ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇത് അത്ര നല്ലൊരു യൂറോ കപ്പാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ചരിത്രത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം യൂറോ കപ്പിൽ ഒരു മേജർ ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഗോൾ അടിക്കാതെ കടന്നുപോയി. അത് ഈ യൂറോ കപ്പാണ്. ഇപ്പോൾ പ്രീ ക്വാർട്ടറും കളിച്ചു, 4 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. ഒന്നുപോലും അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല. ഷൂട്ടൗട്ടിലെ ഗോൾ നമ്മൾ ഗോളുകളായിട്ട് കൂട്ടില്ലല്ലോ, അത് ഷൂട്ടൗട്ടാണ്, അത് വേറെയാണ്. ഒറ്റ ഗോളും ഒരു പെനാൽറ്റി കിട്ടിയിട്ട് അത് മിസ്സാക്കുന്ന അവസ്ഥയുണ്ടായി. ഫ്രീ കിക്കിൻ്റെ കാര്യം പറയണ്ട. ഫ്രീ കിക്ക് ഇപ്പോൾ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ യൂറോ കരിയറിൽ ഡയറക്റ്റ് ഫ്രീ കിക്ക് അറ്റംപ്റ്റുകൾ 33 നടത്തിയിട്ടുണ്ട്. 33 ഫ്രീ കിക്കുകൾ. എത്ര എണ്ണം ഗോളായി? 0. ഒന്നും അദ്ദേഹം യൂറോ കപ്പിൽ ഫ്രീ കിക്ക് ഗോൾ അടിച്ചിട്ടില്ല. ഇന്നലെയും 4 ഉണ്ടായിരുന്നു. 4 ശ്രമം, ഒന്നും ഗോളായില്ല. അദ്ദേഹത്തിൻ്റെ യൂറോ കപ്പിലെയും വേൾഡ് കപ്പിലെയും ഫ്രീ കിക്കുകളുടെ എണ്ണം നോക്കിയാൽ നമ്മൾ ഫ്രീ കിക്ക് സ്പെയിനെതിരെ വേൾഡ് കപ്പിൽ അടിച്ചത് നമ്മളിങ്ങനെ പറയാറുണ്ട്. അത് വളരെ ഒരു മികച്ച പ്രകടനമായിരുന്നു ആ കളിയിൽ. പക്ഷെ അത് ഒഴിവാക്കിയാൽ പിന്നെ അദ്ദേഹം എത്ര ഗോൾ അടിച്ചിട്ടുണ്ട് ഫ്രീ കിക്കിലൂടെ? യൂറോ കപ്പിലും വേൾഡ് കപ്പിലുമായിട്ട് അദ്ദേഹം 58 ഫ്രീ കിക്കുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 25 ബ്ലോക്ക് ചെയ്യപ്പെട്ടു, 20 ഓഫ് ടാർഗറ്റ്, 13 ഓൺ ടാർഗറ്റ്. പക്ഷെ ഒന്ന് ഗോളായി മാറിയിട്ടുള്ളൂ. ഇതാണ് കണക്ക്. പിന്നെ ഇന്നലെ ഇപ്പോൾ പെനാൽറ്റിയും സേവ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ ഇതിനു മുമ്പ് അദ്ദേഹം പെനാൽറ്റി മിസ് ചെയ്തത് 2022 അതിനുശേഷം അദ്ദേഹം 13 പെനാൽറ്റികൾ ഗോളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ യാൻ ഒബ്ലക്കിന് മുന്നിൽ ഇന്നലെ അദ്ദേഹം പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. പിന്നെ മറ്റൊരു കണക്ക് കൂടി നോക്കുക. യൂറോ കപ്പിൽ ഈ ഒരു ടൂർണമെൻറ്റിൽ, ഇത്തവണത്തെ യൂറോ കപ്പിൽ ഏറ്റവും അധികം ഷോട്ടുകൾ ഉതിർക്കുകയും എന്നാൽ ഒറ്റ ഗോളും നേടാൻ കഴിയാതെയും വന്നിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊന്നാമത് ക്രിസ്ത്യാനോയാണ്. അദ്ദേഹം 20 ഷോട്ടുകളാണ് സോഫാർ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു ടൂർണമെൻറ്റിൽ എടുത്തത്. 0 ഗോൾസ് ആണ്. രണ്ടാമത് ഇക്കാര്യത്തിൽ റൊമേലു ലുക്കാക്കുവും ലാമിൻ യമാലും മാർക്കസ് തുറാമുമാണ്. അവർ 3 പേരും 11 ഷോട്ടുകൾ ഉതിർത്തിട്ട് ഒറ്റ ഗോൾ നേടാത്തവരാണ്. മൂന്നാമത് അലക്സാണ്ടർ മിട്രോവിച്ചും ആന്റോൺ ഗ്രീസ്മാനുമാണ്. 10 ഷോട്ടുകൾ ഉതിർത്തിട്ട് ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും സ്റ്റിൽ ക്രിസ്ത്യാനോക്ക് ഗോൾ അടിക്കാനുള്ള അവസരം വരികയാണ്. ക്വാർട്ടർ ഫൈനലിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോളായി വരേണ്ടതാണ് ഈ ടൂർണമെൻറ്റിൽ. പക്ഷേ യാൻ ഒബ്ലക്ക് അത് തടഞ്ഞിട്ടു. അതിൽ രസകരമായൊരു കാര്യമുണ്ട്. യാൻ ഒബ്ലക്ക് അവസാനമായിട്ടൊരു പെനാൽറ്റി സേവ് ചെയ്തത് 2022 ജനുവരിയിലാണ്. ക്രിസ്ത്യാനോ അവസാനമായിട്ടൊരു പെനാൽറ്റി മിസ് ചെയ്തത് 2022 ഫെബ്രുവരിയിലാണ്. 2 വർഷങ്ങൾക്ക് ശേഷം യാൻ ഒബ്ലക്ക് ഒരു പെനാൽറ്റി തടഞ്ഞപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ക്രിസ്ത്യാനോ ഒരു പെനാൽറ്റി മിസ് ചെയ്യുന്നു. മാത്രമല്ല, ഇപ്പോൾ റൊണാൾഡോ ഹാസ് നൗ ബിക്കം ദി ഫസ്റ്റ് യൂറോപ്യൻ ടു മിസ് 3 പെനാൽറ്റീസ് അറ്റ് മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റ്സ് ഇൻ ദി 21st സെഞ്ചുറി. ഈ നൂറ്റാണ്ടിൽ 3 പെനാൽറ്റികൾ മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റുകളിൽ മിസ് ചെയ്യുന്ന ആദ്യ താരമെന്ന ഒരു നെഗറ്റീവ് റെക്കോർഡും ക്രിസ്ത്യാനോക്ക് പതിഞ്ഞിരിക്കുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇതുവരെ ഈ യൂറോ ക്രിസ്ത്യാനോക്ക് മികച്ചൊരു യൂറോ അല്ല. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനു മുമ്പ് അദ്ദേഹം യൂറോയിൽ ഒരു പെനാൽറ്റി മിസ് ചെയ്ത സമയത്ത്, അതായത് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഒരു പെനാൽറ്റി മിസ് ചെയ്ത സമയത്ത് പോർച്ചുഗൽ ചാമ്പ്യന്മാരായിരുന്നു. അത് ആവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെയൊക്കെ ആണല്ലോ, കുറേ സൂപ്പർസ്റ്റിഷ്യൻസും മറ്റുമൊക്കെ ചേരുന്നതാണ് പലപ്പോഴും കളിയാവേശം. കാത്തിരിക്കാം അത് സംഭവിക്കുമോ എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.